ശിവപാർവതി കഥ അറിയാവുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദക്ഷൻ മഹാദേവനെ അപമാനിച്ചപ്പോൾ അവിടെ സതി ആത്മാഹൂതി ചെയ്യുന്നുണ്ട്. സതിക്ക് സതീൻ്റെ ദേഷ്യവും സങ്കടവും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് സ്നേഹിക്കുന്ന ഭർത്താവിനെയാണ് സ്വന്തം പിതാവ് തന്നെ അപമാനിച്ചിരിക്കുന്നത്. അവിടെ ശിവൻ പറയുന്നുണ്ട് ആ ഒരു മൂഢനോട് ക്ഷമിക്കൂ എന്ന്. ശിവൻ ഇതൊക്കെ അറിയാം, നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. എന്നിട്ടും എന്തുകൊണ്ട് മഹാദേവൻ സതീനെ രക്ഷിച്ചില്ല? കാരണം സതി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് നടന്നാലും അങ്ങോട്ട് വരരുത് എന്ന്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില അനുഭവങ്ങൾ നമ്മൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മളുടെ പാർട്ട്ണറിന് ഒരിക്കലും നമ്മളെ സേവ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഉള്ളിൽ തന്നെ അത് തോന്നും. നമുക്ക് എല്ലാവർക്കും സമ്മതിക്കാം, സതിക്ക് മഹാദേവനോട് ഒരുപാട് ഇഷ്ടമായിരുന്നു, പ്രണയമായിരുന്നു. പക്ഷേ സതി ഡിറ്റാച്ച്ഡ് അല്ലായിരുന്നു. സതിക്ക് ഈഗോ ഉണ്ടായിരുന്നു, പ്രൈഡ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബന്ധങ്ങളിൽ ഉള്ള കെട്ടുപാട്, അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ഒരു ദേവി ആണെങ്കിൽ പോലും ഒരു വൂണ്ടഡ് ഫെമിനൻ എനർജീനെയായിരുന്നു സതി റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. ശിവനോളം സതിയുടെ കോൺഷ്യസ്നെസ് വന്നിട്ട് എക്സ്പാൻഡഡ് അല്ല. അപ്പോൾ സതിയുടെ മരണം എന്ന് പറയുന്നത് ശരിക്കും സതി മരിച്ചു പോവുക എന്നതല്ല. ശരിക്കും സതിയുടെ മരണം എന്ന് പറയുന്നത് ഫെമിനൻ എനർജിയുടെ ഈഗോ ഡെത്താണ്. ആ ഒരു ഡെത്ത് എന്ന് പറയുന്നത് ഫെമിനൻ എനർജീൻ്റെ അവേക്കണിങ് ആണ്. അതായത് സതി നശിച്ചു പോയി. അവിടെ സതി തന്നെയാണ് പാർവതി എന്നും പറയുന്നുണ്ട്. ഇനി പാർവതിക്ക് ശിവ കോൺഷ്യസ്നെസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് യുഗങ്ങൾ തപസ് അനുഷ്ഠിക്കേണ്ടി വന്നു, ഒരുപാട് കഷ്ടതകൾ നേരിടേണ്ടി വന്നു, ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. എന്നിട്ടാണ് എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് പാർവതി ശിവനെ അറ്റൈൻ ചെയ്യുന്നത് എന്നത് ഒരു കറക്റ്റായിട്ടുള്ളൊരു വേർഡല്ല. ശരിക്കും പറഞ്ഞാൽ ശിവനായി മാറുന്നത്, അല്ലെങ്കിൽ ശിവനിൽ ലയിക്കുന്നത്, ശിവനായിട്ട് ഈക്വൽ ആകുന്നത്. നമ്മൾ ശിവപാർവതി കഥ കേൾക്കുമ്പോൾ വാട്ട് എ ലവ് സ്റ്റോറി എന്ന് മാത്രമേ ആലോചിക്കാറുള്ളൂ. കാരണം സതി മരിച്ചു, അതിനുശേഷം പാർവതി വന്നു ശിവന് വേണ്ടി എന്ന ഒരു ആംഗിളിൽ മാത്രമാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പക്ഷെ സതി ശരിക്കും മരിക്കുന്നതല്ല, സതി തന്നെയാണ് പാർവതി. സതിയുടെ അവേക്കണിങ് ആണ് പാർവതി. ഇവിടെ ഞാൻ ഫെമിനൻ സൈഡ് ഓഫ് സ്റ്റോറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി മാസ്കുലിൻ സൈഡ് ഓഫ് സ്റ്റോറി എന്നുള്ള ഒരു കാര്യമുണ്ട്. ശിവൻ ഗോ ത്രൂ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് സതീൻ്റെ മരണത്തിന് ശേഷം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.